ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ രേവതിയോട് അവളുടെ അമ്മ ചോദിക്കുകയാണ്, നീ അവനെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? ദേ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോകാൻ പറയണം. അമ്മയ്ക്ക് വായില്ലേ? അമ്മ പറഞ്ഞു വിട്. ഞാൻ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞാൽ മോനത് തെറ്റായി എടുക്കും. നീ എന്താടി ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞാലും തെറ്റായിട്ടെടുക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നെങ്കിൽ പോവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. ഞാനൊന്നും പറയുന്നില്ല. എടി, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മേ, സച്ചിയേട്ടൻ മുറിയിൽ കിടക്കും, ഞാൻ ഹോളിൽ കിടന്നാൾ പോരെ? മോളെ, ഇതെങ്ങാനും അവൻ്റെ അമ്മ അറിഞ്ഞാൽ ഉറഞ്ഞാടും അവർ. ആ, ഉറഞ്ഞാടട്ടെ. അമ്മ ഒരു വാളെടുത്ത് അവരുടെ കയ്യിൽ കൊടുക്ക്. അപ്പോൾ രേവതി പോകാൻ നോക്കുമ്പോൾ അമ്മ തടഞ്ഞു നിർത്തുകയാണ്, മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് സച്ചി വരുന്നത്. സച്ചി പറയാൻ, ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇതുപോലൊരു ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ സച്ചി ചോദിക്കുകയാണ് രേവതിയുടെ സഹോദരനോടും ദേവുവിനോടും, രണ്ടുപേരുടെ പഠിത്തവും എവിടെ എത്തി? അപ്പോൾ അവൻ തന്നെ പറയാണ്, ആവശ്യത്തിൽ കൂടുതൽ പഠിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമേ പഠിക്കണ്ടൂ. ആവശ്യത്തിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടനെ പോലെ എവിടെ എത്തില്ല. പിന്നെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഇപ്പോൾ വീട്ടിൽ നിന്ന് പൂ കെട്ടാറില്ലേ? ഉണ്ട്. എന്നാൽ പൂ കൊടുക്ക്, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പൂ കെട്ടാം. അപ്പോഴാണ് ദേവു ചോദിക്കുന്നുണ്ട്, അതിന് സജ്ജേട്ടന് പോകണ്ടേ? സോറി, പൂ കെട്ടാൻ അറിയോ? ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുക. എടുക്കമ്മേ. വേണ്ട മോനെ, രാവിലെ ഞാൻ കെട്ടിക്കോളാം. രാവിലെ എന്നെ വിളിക്കണം. അപ്പോഴാണ് അമ്മ പറയുന്നത്, സച്ചി മോനെ, വീട്ടിൽ നല്ല കറിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. മോനെ, രേവതി പറഞ്ഞ് അച്ഛന് മീൻകറി നല്ല ഇഷ്ടമാണെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് മീൻകറി എടുത്ത് ചൂടാക്കി തരാം. മോനത് അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. അച്ഛൻ ഉറങ്ങിക്കാണും. വേണ്ട, ഇപ്പോൾ അതെടുത്തിട്ട് പോകാനാക്കണ്ട. അതൊരു കാര്യം ചെയ്യും, അമ്മ ഇപ്പോൾ കറി ചൂടാക്കി വെക്ക്. രാവിലെ എണീച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചൂടാക്കിയിട്ട് അച്ഛന് കൊണ്ട് കൊടുക്കാം. അല്ല മോനെ, ഇപ്പോൾ കൊണ്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. രാവിലെ ആകുമ്പോൾ കറി ചീത്തയായിപ്പോയാലോ? അവർക്ക് എങ്ങനെയെങ്കിലും സച്ചിയെ അവിടെ നിന്ന് പറഞ്ഞേക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ചീത്തയായി പോകുന്നില്ല അമ്മേ, കറി നാളെ കൊടുക്കാം. ദേവും രേവതി ചിരിക്കുകയാണ് അമ്മയുടെ സംസാരം കേട്ടിട്ട്. അമ്മയ്ക്കാണെങ്കിൽ ആകെ മനസ്സിന് തീ പിടിച്ചിരിക്കുക. അപ്പോൾ മോൻ ഉറപ്പിച്ചോ ഇന്ന് പോകുന്നില്ല എന്ന്? അതെ അമ്മേ. അയ്യോ എന്ന് പറയണം അമ്മ. അപ്പോൾ സച്ചി പറയാണ്, അമ്മ എന്തിനാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് മോനെ, ഇത് ആടിമാസമല്ലേ? അതെ, ആടിമാസം. അതിന് ഞാനെന്തിനാ വീട്ടിൽ പോന്നേ? അവിടെയും ആടിയല്ലേ, അല്ലാതെ ആവടിയൊന്നുമല്ലല്ലോ. അതല്ല മോനെ, കിടക്കാനേ ഇവിടെ നല്ല കട്ടിലൊന്നുമില്ല. മുറിയിൽ ഫാനും വർക്കാവുന്നില്ല. ഇവിടെ ഭയങ്കര ചൂടാ. അപ്പോൾ സച്ചി പറയാണ്, ആർക്ക് വേണം കട്ടിൽ? കയ്യിൽ പായ വിരിച്ച് കിടന്നാൽ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അമ്മേ, അത് കട്ടിലിൽ കിടന്നാൽ കിട്ടില്ല അമ്മേ. അപ്പോൾ രേവതിയും, മിക്ക ദിവസവും ഞാൻ തറയില അമ്മ കിടക്കുന്നത്. പിന്നെ ഫാൻ വേണ്ടി എനിക്ക് ആവശ്യമില്ല അമ്മേ. ഞാൻ മുറിയിലല്ലല്ലോ കിടക്കുന്നത്, ഹാളിലല്ലോ. ഇവിടെ നല്ല കാറ്റുണ്ട് അല്ലേ? അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ്, പിന്നെ കിടന്നാലേ അപ്പം തന്നെ ഉറങ്ങിപ്പോവും. അല്ല മോനെ, നീ ഹോളിൽ കിടക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അച്ഛമ്മയുടെ വീട്ടിൽ പോയാൽ ഞാൻ മുമ്പൊക്കെ മുറ്റത്തും പുറത്തൊക്കെ കിടക്കാറ്. മതി, പായ വിരിക്ക്. അപ്പോൾ അമ്മ തടഞ്ഞു വെക്കാണ്. എടി, ഞാനൊന്ന് പറയട്ടെ, ഒന്നും മിണ്ടാതിരിക്കമ്മേ. ദേവും പറയാണ്, കഷ്ടം അമ്മേ, പോടി അവിടുന്ന്. പിന്നെ കാണിക്കുന്നത് ഗജാനന്ദനെയും അവരുടെ കൂട്ടാളികളെയുമാണ്. അപ്പോൾ കൂട്ടാളികൾ ചോദിക്കുകയാണ്, ബോസ്, അടുത്ത പ്ലാൻ എന്താണ്? അടുത്തേ പുറകു വശത്തെ വാതിൽ കുത്തി തുറക്കണം, എന്നിട്ട് നമ്മൾ വീടിനകത്ത് കിടക്കണം. ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ തൂക്കിയെടുത്ത് കൊണ്ടുവരണം. 2-3 ദിവസം അവൾ നമ്മുടെ രഹസ്യ സങ്കേതത്തിലായിരിക്കും. ഞാൻ അവനെ പേടിച്ച് ഓടിപ്പോയിന്നാ അവനും രേവതിയും വിചാരിച്ചിരിക്കുന്നത്. ഗജാനന്ദൻ ആരാണെന്ന് ഈ രാത്രി അവരറിയും. അച്ചി അവളുടെ വീട്ടിലില്ലല്ലോ അല്ലേ? ഇല്ല, അവൻ പോയി. അവൻ പോകുന്നത് ഞങ്ങൾ കണ്ടതാ. ആടിമാസല്ലേ ബോസ്, അവൻ ഭാര്യ വീട്ടിൽ താമസിക്കത്തില്ലല്ലോ. നിങ്ങൾ വാ, നമുക്ക് രേവതിയുടെ അടുത്തേക്ക് പോകാം. പിന്നെ ഗജാനന്ദനും ടീമും രേവതിയുടെ വീട്ടിനടുത്തേക്ക് പോവാണ്. രേവതി പാവിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് അവിടെ നിന്ന് പറയാണ്, എടി നിൽക്കടി അവിടെ, നീ അവൻ പാവിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ പാവെടുത്തിട്ട് ഓടുവാണോ? സച്ചേട്ടന് ഉറങ്ങണ്ട അമ്മേ, മാറ്. നിൽക്കടി അവിടെ, അവൻ്റെ കൂടെ അവിടെ കിടക്കാൻ പോവുകയാണോ നീ? ചേട്ടൻ കിടന്നു എന്ന് പറഞ്ഞാൽ ഞാനും ചിലപ്പോൾ അവിടെ കിടക്കുമോ എന്ന് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും അമ്മ പറയാണ്, ഒറ്റ വീക്ക് വെച്ചാണെന്നുണ്ടല്ലോ, നെഞ്ചി കത്തുക എൻ്റെ. അപ്പോഴവളുടെ. അപ്പോൾ രേവതി ചോദിക്കാം, ജീരകവെള്ളം വെച്ച് തരണോ അമ്മയ്ക്ക്?
അത് കുടിച്ചാൽ നെഞ്ചരിച്ചിൽ മാറും. കളിക്കല്ലേ രേവതി, ഇത് ആടിമാസാ. അപ്പം ദേവു അങ്ങോട്ട് വന്ന് ചിരിക്കുകയാണ്. മോളെ, അവൻ ഇവിടെ താമസിക്കാൻ പാടില്ല. ആടിമാസയല്ലേ, നിനക്കറിയില്ലേ? അമ്മ റേഡിയോ ഓണാക്കിയതുപോലെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ല അമ്മേ. പോയി കിടന്നുറങ്ങാൻ നോക്ക് പോ. ദേവു, എന്താ അമ്മേ ഇത്? ദേവു ചോദിക്കുക. നിന്നെ ഞാനുണ്ടല്ലോ ഇന്ന്. അപ്പോഴേക്കും അവൾ പോയിരുന്നു. പിന്നെ കാണിക്കുന്നത് ഇതാ ഗജാനന്ദനും ടീമും അവിടെ എത്തിയിരിക്കുകയാണ്. അവരുറങ്ങിയില്ലാന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സച്ചിക്ക് രേവതി പാവിരിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, കിടന്നോ? അപ്പോൾ അവൻ പറയാണ്, ജനൽ തുറക്കണോ? വേണ്ട, കൊതുക് കയറും. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നീ ശരിക്കും ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല, എന്നാലും ഉറങ്ങി. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ കാരണം? എന്നിട്ട് അവളെ തന്നെ നോക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ കൂടെ ഇല്ലാത്തത് കൊണ്ടാണോ ഉറങ്ങാതിരുന്നത്? ആ, അതുകൊണ്ടായിരിക്കാം. നീയുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കുമല്ലോ. അപ്പം എനിക്ക് ഉറക്കം വരും. ഓഹോ, അപ്പം നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഞാൻ വഴക്ക് കൂടണം അല്ലേ? ഞാനെന്താ വഴക്കാളിയാണോ? എന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വന്നത്, എന്നോട് വഴക്കൂടാനല്ലേ? എന്നെ കൊണ്ട് വഴക്ക് കൂടിപ്പിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ അല്ലേ? അങ്ങനെ നിങ്ങൾ ഇന്ന് ഉറങ്ങണ്ട. ഏയ് പോവല്ല. നീ അവിടെ നിൽക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ നീ വഴക്കടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. അപ്പോഴേക്കും അവന് ആവിയൊക്കെ വന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ താരാട്ട് പാടുന്നത് പോലെയാണോ വഴക്കടിക്കുന്നത്? ആണോ? എനിക്കറിയില്ല. എന്തായാലും നിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. പിന്നെ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പരസ്പരം ചിരിച്ചുകൊണ്ടും പല കാര്യങ്ങൾ ഓർത്തുകൊണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? അപ്പോൾ എന്നെ കാണാതെയും എൻ്റെ ശബ്ദം കേൾക്കാതെയും ഉറക്കം വരത്തില്ല അല്ലേ? ഇല്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങളെ കാണാതെ, നിങ്ങളെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അപ്പോഴേക്കും പുറത്തുനിന്ന് അമ്മ വിളിക്കുകയാണ്, രേവതി. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ? ചെല്ല്, പോയി കിടന്നു. ഞാൻ പോട്ടെ? ചെല്ല്. വീണ്ടും രേവതി പറയാണ്, ഞാൻ പോന്നേ. പോക്കോ. വീണ്ടും എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ് രേവതി, ഞാൻ പോട്ടെ സച്ചി? കുറേ സമയമായല്ലോ പോട്ടെ എന്ന് ചോദിക്കുന്നത്. എന്നിട്ടെന്താ പോവാത്തേ? ശരി, ഞാൻ പോകുന്നു, പോരെ? പിന്നെ ലൈറ്റൊക്കെ അണച്ച് എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് ഗജാനന്ദനും ആൾക്കാരും പണി ഒപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നും. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പുറകുവശത്തെ വാതിൽ കുതി തുറന്ന് അകത്ത് കിടക്കുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. രേവതിയെ നമ്മൾ തൂക്കിയെടുത്ത് വീട്ടിന് പുറത്തേക്ക് വരുന്നു. അവൾ ഒച്ച വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി. അവളുടെ വാ പൊത്തിപ്പിടിച്ചിരിക്കണം. അവളെ തൂക്കിയെടുത്ത് എൻ്റെ വണ്ടിയിലിട്ട് നമ്മൾ രഹസ്യ സങ്കേതത്തിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നമ്മുടെ ആഘോഷം. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ രേവതി എന്ന പെണ്ണും. ഇതിനേക്കാൾ നല്ല മറുപടി സച്ചിക്കും രേവതിക്കും കൊടുക്കാനില്ല ബോസ്. ഇവിടെയാണെങ്കിലോ ചന്ദ്രയ്ക്കും ഉറക്കമില്ല. ചന്ദ്ര ഉറക്കത്തെ ഇരുന്നിട്ട് പറയാണ്, രണ്ടുപേരും ഒന്നിച്ചിരിക്കാതിരിക്കാനാ രണ്ടുപേരെ രണ്ട് വഴിക്കാക്കിയത്. അപ്പോൾ സച്ചി അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. രണ്ടുപേരും ഒരിക്കലും ഒന്നായിക്കൂടാ. ആദ്യം കുഞ്ഞു പിറക്കുന്നെങ്കിൽ അത് സ്തുതിക്കായിരിക്കണം. രണ്ടിനെയും രണ്ട് മുറിയിലാക്കിയേ പറ്റൂ. ആ പൂ കെട്ടുന്നവളെ വിളിച്ച് ഒന്ന് വിരട്ടിയേക്കാം. അപ്പോഴാണ് രേവതിയുടെ അമ്മയ്ക്ക് ഫോൺ വന്നത്. അയ്യോ മോളെ, സച്ചിയുടെ അമ്മയെ വിളിക്കുന്നത്. അവനിവിടെ വന്നതറിഞ്ഞ് വിളിക്കുന്നതായിരിക്കും. എന്ത് പറയും ഞാൻ? അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നേ? അമ്മ ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ, നീ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നേ? എന്നെ വിഡ്ഢിയാക്കാന്നോ? അല്ല, എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാക്കി തരാം ഞാൻ. ആടി മാസാന്ന് പറഞ്ഞിട്ട് എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ അവളുടെ കെട്ടിയവനെയും നീ അവിടേക്ക് വിളിച്ചു വരുത്തിയല്ലേ? അയ്യോ, ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അവനായിട്ട് വന്നതാ. വീട്ടിൽ വരുന്ന ആളോട് കയറരുത് എന്ന് പറയാൻ പറ്റുമോ? എന്തിനാ രണ്ടുപേരെയും രണ്ടിടത്ത് നിർത്തിയെന്നറിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാ ആടിമാസം എന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവളെ? പ്രശ്നമൊന്നുമില്ല. രേവതി ഞങ്ങളുടെ കൂടെ റൂമിലും സച്ചി ഹോളിലുമാണ് കിടക്കുന്നത്. നീ പറയുന്ന വിശ്വസിക്കാനേ ഞാനത്ര മണ്ടിയൊന്നുമല്ല. നീ മര്യാദയ്ക്ക് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. അല്ല, ഞാനെങ്ങനെ പറയൂ അവനോട്? മാത്രമല്ല അവൻ ഉറങ്ങുകയും ചെയ്തു. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കള്ളം പറയാ നീ.
അവനും അവളും മണിയറയിൽ കയറി വാതിലടച്ചു അല്ലേ? പിന്നെ രേവതി ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ്, അമ്മേ അമ്മ ടെൻഷനാവാതെ, ഞാനും അമ്മയും അനിയത്തിയും ഒരു മുറിയിലാണ് കിടക്കുന്നത്. എൻ്റെ കെട്ടിയോൻ അല്ലല്ല നിങ്ങളുടെ മകൻ ഹോളിലാണ് കിടക്കുന്നത്. അമ്മ പേടിക്കണ്ട, ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തെ രാവിലെ ഞാൻ വീട്ടിലെത്തിക്കാം. നീ എന്താടി എന്നെ കളിയാക്കുക? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സച്ചിയേട്ടൻ ഹോളിലാണ് കിടക്കുന്നത്. ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്ക്. ഞാൻ അവനെ വിളിക്കാനോ? പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അമ്മ പേടിക്കാതെ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. സച്ചിയേട്ടൻ രാവിലെ അവിടെ വരും. അവൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ചന്ദ്ര വിളിക്കുകയാണ്, മോളെ മോളെ മോളെ, ഹലോ. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, മോളെ ചന്ദ്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? പേടിക്കാതിരിക്കമ്മേ. അപ്പോൾ ചന്ദ്ര പറയാണ്, ഫോൺ കട്ട് ചെയ്തു അവൾ. അഹങ്കാരി, നീ ഇവിടേക്ക് തന്നെയല്ലേ വരേണ്ടത്? വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. സച്ചിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പുറം ഇപ്പുറമൊക്കെ തിരിഞ്ഞു കിടക്കുകയാണ്. പിന്നെ തലവഴി മൂടി പൊതച്ച് കിടന്നു. രേവതിയും ദേവും എന്തൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ആദ്യ കയറിയ പോലെ കിടന്നിട്ടാണുള്ളത്. എന്താ ഇത്ര ചിരിക്കാൻ? രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക്. അമ്മ എന്താ ഉറങ്ങാത്തേ? എങ്ങനെ ഉറക്കം വരും? എന്ത് നടക്കരുത് എന്ന് കരുതിയോ അത് നടന്നു കഴിഞ്ഞു. ഇത് വലിയ പ്രശ്നമാവും. ചന്ദ്ര നാളെ നേരം പുലരാൻ കാത്തിരിക്കായിരിക്കും. രേവതി പറയാണ്, അമ്മേ ഒന്ന് വിടമ്മേ, എന്തൊരു പേടിയായത്. ദേവു പറയാണ്, ചേച്ചി ഇന്ന് ചേച്ചിയുടെ അമ്മായിയമ്മ ഉറങ്ങില്ല. നിങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ടാവും. ആ അതെ അതെ അതെ. മോളെ നാളെ രാവിലെ സച്ചി വീട്ടിൽ പോവായിരിക്കും അല്ലേ? എനിക്കറിയില്ല അമ്മേ. അത് അമ്മ തന്നെ സച്ചിയുടെ അടുത്ത് ചോദിക്ക്. അപ്പോൾ ദേവു ചിരിക്കുക. ചേച്ചി ഏട്ടനോട് നാളെ പോകണ്ടെന്ന് പറ. എടി, ചേച്ചിയുടെ അമ്മായി അമ്മയുടെ BP കൂടും. സച്ചിയേട്ടനോട് ഒരാഴ്ചയും കൂടി ഇവിടെ നിൽക്കാൻ പറ ചേച്ചി. അമ്മായി അമ്മ BP കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ആ ശരി ശരി, നാളെ രാവിലെ ട്രിപ്പ് പോയാലും സച്ചിയേട്ടനോട് ഇങ്ങോട്ട് തന്നെ വരാൻ പറയാം. അവിടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ. എനിക്ക് സച്ചിയേട്ടന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ചേച്ചി നാളെ മീൻ വേണ്ട, ചിക്കൻ മതി. ആ അത് തന്നെയാടി ഞാൻ ഉദ്ദേശിച്ചേ. നമുക്ക് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65 ഇത് മൂന്നും ഉണ്ടാക്കാം. നീ ഇത് എന്ത് ഭാവിച്ചാ രേവതി? അയ്യോ ചിക്കൻ വേണ്ടെന്നാണോ അമ്മ പറയുന്നത്? അത് ചൂടല്ലേ. എങ്കിൽ നമുക്ക് മട്ടൻ വാങ്ങിക്കാം. പിന്നെ അമ്മ നിന്നില്ല, രണ്ടുപേരെ അടിക്കുകയാണ്, മാറി മാറി അടിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്തിനാ അമ്മ അടിക്കുന്നേ? എങ്ങനെയാ അവനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കുക എന്ന് നോക്കുക ഞാൻ. അപ്പം നിങ്ങൾ അവനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാൻ നോക്കുകയാണോ? ദേ വിളച്ചിലെടുക്കല്ലേ, നീ ഇപ്പം തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞേച്ചാൽ അത്രയും നല്ലത്. ആ ചന്ദ്രയുടെ വഴക്ക് കേൾക്കാതെ രക്ഷപ്പെടാം. സച്ചേട്ടൻ മാത്രമല്ല, കൂടെ ഞാനും പോയേക്കാം. ഇപ്പം തന്നെ പോയേക്കാം. ഞങ്ങളിവിടെ താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ പോവാ, അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. നിൽക്കടി അവിടെ. പിന്നെ അല്ലാതെ അമ്മേ, സച്ചേട്ടൻ വന്നത് മുതൽ അമ്മ പറഞ്ഞുവിട് എന്ന് ഒറ്റ പറച്ചിലാണല്ലോ. അത് നിർത്തിക്കൂടെ അമ്മക്ക്? സച്ചേട്ടൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല. രാവിലെ ആഹാരം കഴിച്ചിട്ട് ഉടൻ അദ്ദേഹം പോവും. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ നോക്കമ്മേ. രാവിലെ ആഹാരം കഴിക്കാനും നിൽക്കുമോ? സമയം വൈകില്ലേ? അമ്മേ വെറുപ്പിക്കല്ലേ, കിടന്നുറങ്ങമ്മേ. നീ വാ ഉറങ്ങമ്മേ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് എന്നിട്ട്. അങ്ങനെ എല്ലാവരും വഴക്കടിച്ച് ഉറക്കിലേക്ക് പോയി. എല്ലാവരും ഉറങ്ങിയ സമയത്ത് നോക്കിയതാ ഗജാനന്ദനും ആൾക്കാരും വരികയാണ്. അങ്ങനെ അവർ അവിടെ എത്തിയിട്ട് പറയാണ്, തുറക്ക്. അപ്പോൾ റൂൾസൊക്കെ എടുത്തിട്ട് അവർ കതക് തുറന്ന് അകത്തേക്ക് കയറി കിടന്നുറങ്ങി. അവർ അകത്തേക്ക് കിടന്നപ്പോൾ തന്നെ കാണുന്നത് നല്ലോണം മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്ന സച്ചിയാണ് സെൻട്രാളിൽ തന്നെ ഉള്ളത്. അത് രേവതിയാണെന്ന് കരുതി ഗജാനന്ദനും ആൾക്കാരും നല്ല സന്തോഷത്തോടെ അടുത്ത് നിന്ന് ചിരിക്കുകയാണ്. ഗജാനന്ദൻ പിന്നെ അവിടെ നിന്നൊന്ന് മീശൊക്കെ പിരിച്ച് ചിരിച്ചുകൊണ്ട് പറയാണ് മനസ്സിൽ, രേവതി നീ സ്വസ്ഥമായിട്ടുറങ്ങ്. ഇനി നിനക്ക് അങ്ങോട്ട് ഉറങ്ങാനേ പറ്റില്ല. ഇന്നത്തോടെ നിൻ്റെ ജീവിതം തീർന്നു. നീയും നിൻ്റെ കെട്ടിയോനും പല തവണ എന്നെ അപമാനിച്ചു. അവൻ എൻ്റെ മേൽ കൈവച്ചു. എല്ലാത്തിനും കൂടി ചേർത്ത് ഇന്ന് ഞാൻ നിനക്ക് തരാൻ പോവുക. ഗജാനന്ദൻ പിന്നെ ആ രേവതിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകേണ്ട ആ ത്രില്ലിലാണുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗം പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.